പാലക്കാട് എന്തോന്ന് സംഭവിക്കുന്നുണ്ട്? എന്താണ് ഗോകുൽ, എന്താണ് ഒരു ആൾക്കൂട്ടം ആകെ ബഹളം? അതായത് ഇപ്പോൾ നിലവിൽ പാലക്കാട് ഇപ്പോൾ ഈ ബൂത്ത് ഏജന്റുമാരെ കയറ്റിവിടുന്നത് സംബന്ധിച്ചൊരു തർക്കമാണ്, ചെറിയൊരു തർക്കമാണ് കുറച്ച് നേരത്തെ ഉണ്ടായത്. അതായത് ആദ്യ റൗണ്ടിൽ 12 വാർഡുകളാണ് എണ്ണുക. ഈ വാർഡിലുള്ള ബൂത്ത് ഏജന്റുമാരെ മാത്രമാണ് കയറ്റിവിടുന്നത്. ഇത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ഉണ്ടാവുകയും അതിനെ ചൊല്ലി ചില തർക്കവും ഉണ്ടാവുകയായിരുന്നു. കാരണം ആദ്യ റൗണ്ട് 12 റൗണ്ടിൽ ഉള്ളവരെ മാത്രമേ ആദ്യം കയറ്റിവിടുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ആ റൗണ്ട് പൂർത്തിയായാൽ മാത്രമേ അടുത്ത 12 വാർഡിലുള്ള ബൂത്ത് ഏജന്റുമാരെയും സ്ഥാനാർത്ഥികളെയും കയറ്റിവിടൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ ക്രമീകരണം ഏർപ്പെടുത്തിയത്. പക്ഷേ ഈ ക്രമീകരണത്തിൽ അല്പം അതായത് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും മറ്റ് ചില ബൂത്തുകളിലെ അല്ലെങ്കിൽ മറ്റ് 2ാം റൗണ്ടിലോ 3ാം റൗണ്ടിലുള്ളവർ പെട്ടെന്ന് ഈ നഗരസഭയുടെ കൗണ്ടിംഗ് ഹാളിനടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നതോടുകൂടിയാണ് ചെറിയ ഒരു തർക്കമുണ്ടായത്. ഇപ്പോൾ വിഷയം പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരെയും പോലീസ് നോക്കി ഏത് ബൂത്താണ്, ഏത് വാർഡാണ്, എത്രാം റൗണ്ടിലാണ് തുടങ്ങിയ നോക്കിയാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ പാലക്കാട് നഗരസഭയ്ക്ക് ഈ വോട്ടെണ്ണുന്ന കേന്ദ്രത്തിലേക്ക് ആദ്യ റൗണ്ടിലുള്ള ബൂത്ത് ഏജന്റുമാർക്കും സ്ഥാനാർത്ഥികൾക്കും മാത്രമേ പ്രവേശനമുള്ളൂ. അതനുസരിച്ചാണ് ക്രമീകരണം ഏർപ്പെടുന്നത്. അതിനുശേഷം 2ാം റൗണ്ടിലുള്ളവരെ പിന്നീട് മാത്രമേ കയറ്റിവിടൂ എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അത് ആ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയതെന്നാണ് പറഞ്ഞത്. ഇതാണ് ചെറിയൊരു സംഭവമാണല്ലോ.